ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മളൊരു റെസിപ്പിയുമായിട്ടല്ല വന്നിരിക്കുന്നത്. നമ്മൾ ചക്കക്കുരു എങ്ങനെ കാലങ്ങളോളം സൂക്ഷിക്കാം എന്ന വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, എളുപ്പ രീതിയിൽ ചെയ്യാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ ചെയ്യണമെന്ന് നോക്കാം. ഇപ്പം നമ്മൾ ചക്കയിൽ ഇതിൽ നിന്ന് ഇങ്ങനെ ചക്കക്കുരു എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഈ വൈറ്റ് ഭാഗം ഉണ്ടല്ലോ, ഇത് കളയണം ആദ്യം തന്നെ. എന്നിട്ട് ഇങ്ങനെ ആക്കിയിട്ട് നമ്മൾ ഒരു 2 ദിവസം, ഇപ്പോൾ ഇതിനൊരു ചെറിയ നനവുണ്ട്. അതായത് ഈ ഓൾറെഡി നമ്മൾ നനച്ചതിൻ്റെ ചക്കയുടെ ഒരു നനവുണ്ടാവില്ല, ഈ ഒരു നനവുണ്ട്. ഇത് നമ്മൾ ഒരു പേപ്പറിൽ പരത്തിയിടുക, അല്ലാണ്ട് വെയിലത്തൊന്നും കൊണ്ടുപോയി ഉണക്കാൻ വിടരുത്. അങ്ങനെ വെയിലത്തൊക്കെ വെച്ച് ഉണക്കിയിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഇങ്ങനെ ഇതിൻ്റെ തൊലിയൊക്കെ ഇങ്ങനെ അടർന്നിട്ടുള്ള ഒരു ഭാഗമായിട്ട് വരും കേട്ടോ. അതുപോലെ കണ്ടില്ലേ, വെയിലൊക്കെ കൊണ്ടുപോകണമെങ്കിൽ ഇങ്ങനെയാവും. അപ്പോൾ നമ്മുടെ ഈ കുരു 2 ദിവസം നമ്മുടെ അകത്ത് തന്നെ ഒരു ന്യൂസ് പേപ്പറിൽ വെച്ചിട്ട് ഉണക്കുക. അപ്പോൾ വെള്ളമൊക്കെ വലിയുമ്പോൾ ഇതുപോലെ വൈറ്റ് കളറായിട്ട് വരും. അപ്പോൾ ഇതുപോലെ നമുക്കിതൊക്കെ ആക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ എല്ലാ ചക്കക്കുരു ആയി വന്നിട്ടുണ്ട്. ഇനി എല്ലാതും ഇതുപോലെ ഒരു ന്യൂസ് പേപ്പറിൽ നമ്മൾ പരത്തി വയ്ക്കുക. ഇതുപോലെ വേണം നമ്മൾ 2 ദിവസം വെക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ തന്നെ നമ്മൾ എല്ലാം ആക്കി വന്നപ്പോൾ തന്നെ ചിലതൊക്കെ വൈറ്റ് കളറായി വന്നിട്ടുണ്ട്. കണ്ടില്ലേ, റെഡ് എന്നുള്ളത് വൈറ്റായി വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ 2 ദിവസം ആകുമ്പോൾ നല്ല കളർ വയ്ക്കും. അപ്പോൾ നമ്മൾ അങ്ങനെയാണ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം, പഴുത്ത ചക്കയുടെ എടുക്കണ്ട. പഴുത്ത ചക്കയുടെ എടുക്കുമ്പോൾ അത് ചിലപ്പോൾ ശരിയാവില്ല, അതിനൊരു ചെറിയ വഴുക്കൽ വരും. അപ്പോൾ അത് കാരണം നല്ല മൂത്ത ചക്കയുടെ കുരു വേണം നമ്മൾ എടുക്കാൻ. അപ്പോൾ അത് മാത്രമേ അത്ര ശ്രദ്ധിക്കാറുള്ളൂ. അപ്പോൾ ഇതുപോലെ 2 ദിവസം നമുക്കിതൊന്ന് ഉണക്കാൻ പറ്റും. ഇപ്പം നമ്മുടെ ഈ ചക്കക്കുരു 2 ദിവസമൊക്കെ നമ്മൾ അകത്ത് വെച്ചിട്ട് നന്നായി വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്തത് ചെയ്യേണ്ടത്, ഇതുപോലെ മുറിഞ്ഞതുണ്ടല്ലോ, ഇതൊക്കെ അപ്പം തന്നെ വേണമെങ്കിൽ മാറ്റാം, പക്ഷെ നമുക്ക് ഇപ്പോൾ ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ അത് കാരണം അങ്ങനെ കളയണ്ട. അപ്പോൾ ഇതിലെ ഇങ്ങനെ മുറിഞ്ഞ ഐറ്റംസൊക്കെ മാറ്റുക. അതുപോലെ ഇങ്ങനെ തൊലി പോയത് ഇതൊക്കെ മാറ്റുക. ഇതിലെ നല്ല ഇതുപോലെ എല്ലാം പെർഫെക്റ്റ് ആയിട്ടുള്ളത് മാത്രമേ നമുക്ക് എടുക്കേണ്ട ആവശ്യമുള്ളൂ. ഇത് ഇനി പല ടൈപ്പിൽ നമുക്ക് ഇത് സൂക്ഷിക്കാൻ പറ്റും. അപ്പോൾ പണ്ടൊക്കെ അമ്മമാരൊക്കെ ചെയ്തിരുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മണ്ണുണ്ടല്ലോ, നല്ല ഉണങ്ങിയ മണ്ണ്, ഇപ്പോൾ ഏത് മണ്ണായാലും മണലായാലും നല്ല വെയിലത്തൊക്കെ ഇട്ടിട്ട് ഉണക്കുക. എന്നിട്ട് ഉണക്കിയതിന് ശേഷം ഒരു ലെയർ മണ്ണിടുക, എന്നിട്ട് പിന്നെ ചക്കക്കുരു ഇടുക, മണ്ണിടുക, അങ്ങനെയാണ് ചെയ്യുക. മണലിട്ടിട്ട് നമുക്ക് ചെയ്യാം. പക്ഷെ മണലിട്ടിട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ പറയുന്നത്, മഴക്കാലം ആകുമ്പോൾ ചെറിയ നനവൊക്കെ വരികയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മണ്ണിന് തണവടിക്കത്തില്ല, അപ്പോൾ മണലിനെ അപ്പോൾ ചെറിയ മുളയൊക്കെ വരും. അപ്പോൾ അങ്ങനെയുള്ള ചെറിയ പ്രശ്നം, അപ്പോൾ അത്ര കുഴപ്പമൊന്നുമില്ല. നമ്മൾ തണവ് തട്ടാത്തോടത്ത് കൊണ്ടുവച്ചാൽ മതി കേട്ടോ, അങ്ങനെയും ചെയ്യാം. അപ്പോൾ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ മണലില്ല, പാറപ്പൊടിയുള്ളൂ. അപ്പോൾ അത് കാരണം മണലൊന്നും ഇപ്പം എൻ്റെ കയ്യിലില്ല. നമ്മൾ നാളെ എന്തോ ബേക്ക് ചെയ്യാൻ വേണ്ടി എടുത്ത് വെച്ചാൽ കുറച്ച് മണലുള്ളൂ. പിന്നെ ഇവിടെ ഈ പരിസരത്ത് കുറച്ച് മണ്ണൊക്കെ എടുക്കുന്നുണ്ട്, മണ്ണൊന്നും എടുക്കാനുള്ള ഒരു ഇതില്ല. അപ്പം ഞാൻ വേറെ മെത്തേഡ് നമ്മളെന്ന് പറഞ്ഞാൽ പ്ലാസ്റ്റിക് കവറിൽ വെക്കുക. അതാണ് ഏറ്റവും സേഫ് മെത്തേഡ്. ഒട്ടും എയർ കിടക്കാണ്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ കവറിൽ വെക്കണം നല്ലത്. നമ്മുടെ നല്ല പോളിത്തീൻ കവറിൽ കെട്ടി ചെറിയ ചെറിയ കിഴികളാക്കി കെട്ടിയിട്ട് വെക്കുക, അതാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇപ്പോൾ ഈ പ്ലാസ്റ്റിക് നിരോധനം വന്നപ്പോൾ എൻ്റെ കയ്യിൽ അങ്ങനത്തെ കവറുകളൊക്കെ ഒരു ഇതൊക്കെ കഴിഞ്ഞു, ഒന്നുമില്ല. ഇപ്പോൾ ഈ പരിപ്പ് വാങ്ങിക്കുന്ന അങ്ങനത്തെ കവറുകളൊക്കെ ഉണ്ടാവില്ലേ, എന്തെങ്കിലുമൊക്കെ പാക്ക് ചെയ്ത് വന്ന പഞ്ചസാരയുടെ കവർ ഇങ്ങനെ. അപ്പോൾ ഇങ്ങനത്തെ കവറൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നന്നായി പാക്ക് ചെയ്ത് എയർ കിടക്കാത്ത രീതിയിൽ പാക്ക് ചെയ്ത് വെച്ചാൽ മതി. ഇതാവുമ്പോൾ നമ്മളിങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ കെട്ടിയിട്ട് വെക്കാം. അതല്ലാന്നുണ്ട് വെച്ചെങ്കിൽ ഇതുപോലെ നമുക്ക് ഈ റാപ്പറിൻ്റെ ഉള്ളിൽ വെച്ച് റാപ്പ് ചെയ്തിട്ടും വെക്കാം. അപ്പോൾ നമുക്ക് പല സെക്ഷനായിട്ട് ഞാൻ കാണിച്ചു തരാം. അതിനുശേഷം എയർ കിടക്കാത്ത ഒരു ടിന്നിൽ നമുക്ക് അസലായിട്ട് ഭദ്രമായിട്ട് അടച്ചു വയ്ക്കുക. ഇതാണ് ചെയ്യാറ്. അപ്പോൾ നമുക്ക് മുമ്പ് അപ്പോൾ ഇങ്ങനത്തെ കവറിലാക്കുമ്പോൾ പ്രത്യേകിച്ചൊന്നുമില്ല. ഇതുപോലെ നമ്മൾ നിറച്ച് കൊടുക്കുക. അപ്പോൾ നമ്മൾ എടുക്കുന്ന കവറിൽ വെള്ളമൊന്നും പാടില്ല, വെള്ളമൊന്നും ഇല്ലാതെ വേണം ആക്കാൻ. അപ്പോൾ ഇത്രയ്ക്കൊക്കെ ആക്കിയിട്ട് നമുക്ക് കെട്ടി കൊടുക്കട്ടെ, അധികമൊന്നും വേണ്ട. ഇത്രയ്ക്കൊക്കെ മതി. ഇതായിട്ട് ഇതുപോലെ നല്ല എയർ കിടക്കാതെ തന്നെ നമ്മളിതുപോലെ കെട്ടി കൊടുക്കുക. അപ്പോൾ ഇങ്ങനത്തെ കവറിൽ ഇത്രയേ ഉള്ളൂ, ഇതുപോലെ കെട്ടി വയ്ക്കുക. ഇപ്പോൾ നമ്മൾ റാപ്പറിലാണ് വെച്ചെങ്കിൽ ഇതുപോലെ റാപ്പറൊന്ന് ഇതാക്കിയിടുക. അപ്പോൾ ഇതിലും അതെ, നമുക്ക് അധികമൊന്നും ആക്കാൻ പറ്റില്ല. റാപ്പറിൻ്റെ വലിപ്പം അനുസരിച്ചിട്ട് കുറച്ചാക്കിയിട്ട് ചെറിയ ചെറിയ കൂട്ടങ്ങളായിട്ട് റാപ്പ് ചെയ്ത് വയ്ക്കുക, എയർ കിടക്കാണ്ട്. അത്ര തന്നെ പണി. കണ്ടില്ല, ഇതുപോലെ ചെറിയ കൂട്ടങ്ങളാക്കിയിട്ട് വേണം നമ്മൾ റാപ്പ് ചെയ്ത് വെക്കാൻ കേട്ടോ.
ഇതുപോലെ പല ടൈപ്പിൽ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് നല്ലൊരു പാത്രത്തിൽ എയർ ടൈറ്റ് ആയിട്ട് എടുത്തു വെക്കാം. ഇപ്പം മൺകലൊക്കെ ഉണ്ട് വെച്ചെങ്കിൽ അങ്ങനെ ആക്കിയിട്ട് അതിൻ്റെ വാക്കെട്ടി വെച്ചാലും മതി. നല്ല മൺകലൊക്കെ ഉണ്ട് വെച്ചിട്ടുണ്ടോ, നമ്മൾ ഈ ഇതുപോലെ ഒരു പാത്രത്തിലാണ് വെക്കുന്നത്. ഇതുപോലെ എല്ലാതും നമുക്ക് ഇതിനകത്ത് ഇട്ട് കൊടുത്തിട്ട് വേണമെങ്കിൽ ഒന്ന് റാപ്പ് ചെയ്ത് വെക്കാം. ഒന്നുകൂടി ഇവിടെ മോൾ ഭാഗത്തേ ഒരു പ്ലാസ്റ്റിക് റാപ്പർ കൊണ്ടോ അല്ലെങ്കിൽ ഒരു പ്ലാസ്റ്റിക് കവർ കൊണ്ടോ എന്തെങ്കിലും റാപ്പ് ചെയ്ത് വെക്കാം. ഓക്കെ, അപ്പോൾ ഇത്ര പരിപാടിയുള്ളൂ. അപ്പോൾ നമ്മളെല്ലാം ആക്കി വെച്ചിട്ട് ഇതുപോലെ ഒന്ന് റാപ്പ് ചെയ്തതിന് ശേഷം നമ്മുടെ മൂടി വെച്ച് അടച്ചു കൊടുക്കുക. ഇത്രയും പരിപാടിയുള്ളൂ. അപ്പോൾ ഇങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് 1 കൊല്ലം വരെ എന്തായാലും കേടുകൂടാതെ സൂക്ഷിക്കും. 1 കൊല്ലം വരെയൊക്കെ സൂക്ഷിച്ചാൽ പോരാ, കാരണം അടുത്ത കൊല്ലം ആകുമ്പോൾ പിന്നെ നമുക്ക് ചക്ക കിട്ടും. അപ്പോൾ ഈ ടൈമിൽ ചെയ്യുന്നതായിരിക്കും, ഇപ്പോൾ ചക്ക അവസാനിക്കേണ്ട ടൈമൊന്നും ആയിട്ടില്ല, പക്ഷേ ഈ ടൈമിൽ ചെയ്യുന്നതായിരിക്കും നന്നാവുക. കാരണം മഴക്കാലമൊക്കെ ആയി കഴിഞ്ഞാൽ ഓൾറെഡി തന്നെ പ്ലാവുമ്മ അങ്ങനെ ചക്ക നിന്നിട്ട് തന്നെ അയിമ മുള വരും. അപ്പോൾ അത് കാരണം ഇപ്പോൾ നല്ല മൂത്ത ചക്കയുടെ കുരു കിട്ടിയാൽ ഇപ്പോൾ തന്നെ ചെയ്യുക, പഴുത്ത ചക്കയുടെ ചെയ്യരുത്. പിന്നെ ഇനി മെത്തേഡുകളൊക്കെ ഉണ്ട്, നമ്മൾ വെള്ളത്തിലിട്ട് അതിൻ്റെ പുളിയൊക്കെ കളഞ്ഞെടുത്ത് വെക്കുന്ന ഒരു മെത്തേഡൊക്കെ ഉണ്ട്. ഇതാണ് ഏറ്റവും സേഫ് മെത്തേഡ് കേട്ടോ. അപ്പോൾ ഇത്രയും പരിപാടിയുള്ളൂ. അപ്പോൾ അടുത്ത ഒരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്